ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കൂൺ കിട്ടി കേട്ടോ. അപ്പോൾ രാവിലെ അത് വൃത്തിയാക്കി കറി വയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ സവോള ചേർത്ത് നന്നായിട്ട് ഇളക്കി. എന്നിട്ട് പിന്നെ ഉപ്പും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഈ സവോളയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ. പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നെടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി. അപ്പോഴേക്ക് സവോള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ അതിലേക്ക് നമ്മൾ കൂൺ ചേർക്കാൻ പോവുകയാണ്. ഇത്രയും കൂണുണ്ട്, അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. കുറച്ചും കൂടെ ഉപ്പ്, ഈ കൂണിലേക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം സവോളയിലേക്ക് ഉപ്പ് ചേർത്തത് കൊണ്ട് കൂണിലേക്ക് മാത്രമുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കൂണൊന്ന് നന്നായിട്ട് ആവിയൊക്കെ കയറി വെന്ത് കഴിഞ്ഞാൽ കൂൺ ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ വെള്ളം ആയി വരും. പിന്നെ ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇത് വേവേണ്ടത്. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് അതിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവണം. ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കുറച്ച് നേരം കൂടെ അടച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം പിന്നെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ വെള്ളം ആയിട്ടുണ്ടാവും. അവിടെ നന്നായിട്ട് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത്, ഇത് വെന്തിട്ടുണ്ട്, ഇനി വേണ്ടത് ഈ വെള്ളം വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് കുറച്ചുകൂടെ തീയൊക്കെ കൂട്ടി കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ അത് തിളച്ച് വറ്റി വരും. നന്നായിട്ട് വറ്റി വന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ചിലർക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടാവില്ല, മസാലയൊക്കെ ഇട്ട് വയ്ക്കുന്നതാവും ഇഷ്ടം. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ വയ്ക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിനും അനിയത്തിക്കും കൂൺ ഒരുപാട് ഇഷ്ടമാണ്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ കഴിക്കാം.